സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സദൃശവാക്യങ്ങൾ അധ്യായം 1 7-ാം തിരുവചനം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട സദൃശവാക്യങ്ങൾ 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ 2 തരക്കാരെക്കുറിച്ച് നാം കാണുകയാണ്. ഒന്ന്, ദൈവികമായിട്ടുള്ള ജ്ഞാനം, യഹോവ ഭക്തിയിലൂടെ ലഭിക്കുന്ന ജ്ഞാനം. അത് പ്രാപിച്ചുകൊണ്ട് ധന്യമായ ജീവിതത്തിൻ്റെ ഉടമകളായിത്തീരുന്നവർക്ക് ആവശ്യമായ പ്രബോധനം ഇത് ഒരു തരക്കാർക്ക് നൽകുകയാണ്. അടുത്തതായി ഭോഷന്മാരെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവർ ദൈവികമായിട്ടുള്ള ജ്ഞാനം ദൈവഭക്തിയിലൂടെ കരസ്ഥമാക്കാതെ ദൈവിക ജ്ഞാനവും പ്രബോധനവും നിരസിച്ചുകൊണ്ട് നശിച്ചു പോകുന്നു. ഇവിടെ നാം 2 തരത്തിലുള്ള ജ്ഞാനം സ്വീകരിക്കുന്നവരെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമായി തീരുവാൻ പലപ്പോഴും നാം ആഗ്രഹിച്ചിട്ടുണ്ടാകാം. ജ്ഞാനമുണ്ടായിരുന്നുവെങ്കിൽ അത് നമ്മെ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നാം ചിന്തിക്കുന്ന കാര്യമാണ്. പല വിഷയങ്ങളിൽ നാം ഭാരപ്പെടുമ്പോൾ ഈ വിഷയത്തെ പരിഹരിക്കുവാൻ ആവശ്യമായ ജ്ഞാനം എനിക്കുണ്ടായിരുന്നുവെങ്കിൽ അത് ബന്ധങ്ങളുടെ തകർച്ചയാകാം, അതുപോലെ ജോലിസ്ഥലത്തുള്ള വിഷയങ്ങളാകാം, കുടുംബത്തിലെ വിഷയങ്ങളാകാം. പല വിഷയങ്ങളിൽ നാം ഭാരപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന അന്തരാത്മാവിൻ്റെ ഒരു ആഗ്രഹം ഉയർന്നു വരാറുണ്ട്. ഈ വിഷയത്തെ പരിഹരിക്കുവാനുള്ള ജ്ഞാനം എനിക്കുണ്ടായിരുന്നുവെങ്കിൽ. അതിനാൽ ജ്ഞാനം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ജീവിതവും ബന്ധങ്ങളും മികവുറ്റതാക്കുവാൻ ജ്ഞാനത്തിന് കഴിയുമെന്നുള്ള ചിന്തയാണ് ജ്ഞാനത്തെ പ്രാപിക്കുവാനുള്ള ആ വാഞ്ചയിലേക്ക് നയിക്കുന്നത്. എന്നാൽ നാം പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ മറ്റു പല മാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന ഈ ലോക സംബന്ധമായ ജ്ഞാനമുണ്ട്. ആ ജ്ഞാനം പലപ്പോഴും നമുക്ക് നമ്മുടെ അത്യാവശ്യ വേളയിൽ ഉപകരിക്കുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് ഭൗതികമായ ജ്ഞാനത്തിൻ്റെ കുറവ് അഥവാ ന്യൂനത എന്ന് പറയുന്നത്. എന്നാൽ യഥാർത്ഥമായ ജ്ഞാനം അത് നാം എവിടെയാണ് കണ്ടെത്തുന്നത്? ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഇത് സംബന്ധിച്ച് ചില ചോദ്യം തന്നെ നാം കാണുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 28:20 പിന്നെ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു? വിവേകത്തിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ? അത് സകല ജീവികളുടെയും കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്നു. ആകാശത്തിലെ പക്ഷികൾക്ക് അത് ഗുപ്തമായിരിക്കുന്നു. ഞങ്ങളുടെ ചെവി കൊണ്ട് അതിൻ്റെ കേൾവി കേട്ടിട്ടുണ്ട് എന്ന് നരകം പറയുന്നു, മരണവും പറയുന്നു. ദൈവമാണ് അതിൻ്റെ വഴി അറിയുന്നു, അതിൻ്റെ ഉത്ഭവസ്ഥാനം അവന് നിശ്ചയമുണ്ടെന്നൊക്കെ പറയുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 28 വരുമ്പോൾ യഹോവ ഭക്തിയാണ്, അഥവാ കർത്താവിനോടുള്ള ഭക്തിയാണ് ജ്ഞാനം, ദോഷം അകന്നു നടക്കുന്നതാണ് വിവേകമെന്നും നാം കാണും. ജ്ഞാനം ആർക്ക് ലഭിക്കും എന്ന് അപ്പോസ്തലനായ യാക്കോബും പറയുന്നുണ്ട്. യാക്കോബിൻ്റെ ലേഖനത്തിൽ നാം കാണുന്നത്, നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കുമെന്നാണ്. ദൈവിക ജ്ഞാനത്തിൻ്റെ വിശേഷതകൾ കൂടി യാക്കോബിൻ്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. നിർമ്മലമാണ്, അത് സമാധാനമാണ്,
അത് ശാന്തതയും അനുസരണമുള്ളതുമാണ്, അത് കരുണയും സൽഫലവും നിറഞ്ഞതുമാണ്, അത് പക്ഷപാതമില്ലാത്തതാണ്, അത് കപടമില്ലാത്തതാണ് എന്നൊക്കെ നമുക്ക് ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണാം. അതേ പ്രിയമുള്ളവരെ, യഥാർത്ഥമായ ജ്ഞാനം ഇപ്രകാരം അമൂല്യമാണ്. ഈ ജ്ഞാനം ലഭിക്കുന്നത് യഹോവ ഭക്തിയിൽ നിന്നാണ്. ഈ ജ്ഞാനം പ്രാപിച്ചുകൊണ്ട് കർത്താവിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് തിരുവചനം ശ്രവിച്ച എല്ലാവർക്കും കൃപ ചെയ്യുമാറാകട്ടെ. ആമേൻ. ആത്മാവിൻ ശക്തിയാൽ അനുദിനം നടത്തും യേശുവന്റെ കൂടെയുള്ളതാൽ ഇനി ക്ലേശങ്ങളിൽ എൻ്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. ഇനി ക്ലേശങ്ങളിൽ എൻ്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. എൻ്റെ ദൈവത്താലേ സകലത്തിനും മതിയായവൻ ഞാനെന്നറിഞ്ഞിടുന്നു. എൻ്റെ താഴ്ചയിലും സമൃദ്ധിയിലും ആത്മാവിൻ ബലം എന്നെ നടത്തിയിടുന്നു. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടും താൻ. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടും താൻ. ആത്മാവിൻ ശക്തിയാൽ അനുദിനം നടത്തും യേശുവന്റെ കൂടെയുള്ളതാൽ ഇനി ക്ലേശങ്ങളിൽ എൻ്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. ഇനി ക്ലേശങ്ങളിൽ എൻ്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. ആരാധിച്ചിടും ഞാൻ ആത്മാവിലവനെ ഏതേതു നേരത്തിലും. എൻ്റെ രോഗങ്ങളിൽ നല്ല വൈദ്യനവൻ, ഭൂവിലെന്നും ഞാൻ പാടിപ്പുകഴ്ത്തും. എൻ്റെ രോഗങ്ങളിൽ നല്ല വൈദ്യനവൻ, ഭൂവിലെന്നും ഞാൻ പാടിപ്പുകഴ്ത്തും. എൻ്റെ ദൈവത്താലേ സകലത്തിനും മതിയായവൻ ഞാനെന്നറിഞ്ഞിടുന്നു. എൻ്റെ താഴ്ചയിലും സമൃദ്ധിയിലും ആത്മാവിൻ ബലം എന്നെ നടത്തിയിടുന്നു. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടും താൻ. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടും താൻ. ആത്മാവിൻ ശക്തിയാൽ അനുദിനം നടത്തും യേശുവന്റെ കൂടെയുള്ളതാൽ ഇനി ക്ലേശങ്ങളിൽ എൻ്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. ഇനി ക്ലേശങ്ങളിൽ എൻ്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. തൻ കരങ്ങൾ കുറുകിയിട്ടില്ലതാൽ എന്നും ജയം ഞാൻ പ്രാപിക്കും. എൻ്റെ നഷ്ടങ്ങളെ ലാഭമാക്കുന്നവൻ അവനെന്നും സ്തുതിക്കു യോഗ്യൻ. എൻ്റെ നഷ്ടങ്ങളെ ലാഭമാക്കുന്നവൻ അവനെന്നും സ്തുതിക്കു യോഗ്യൻ. എൻ്റെ ദൈവത്താലേ സകലത്തിനും മതിയായവൻ ഞാനെന്നറിഞ്ഞിടുന്നു. എൻ്റെ താഴ്ചയിലും സമൃദ്ധിയിലും ആത്മാവിൻ ബലം എന്നെ നടത്തിയിടുന്നു. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടും താൻ. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടും താൻ. ആത്മാവിൻ ശക്തിയാൽ അനുദിനം നടത്തും യേശുവന്റെ കൂടെയുള്ളതാൽ ഇനി ക്ലേശങ്ങളിൽ എൻ്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. ഇനി ക്ലേശങ്ങളിൽ എൻ്റെ ശരണമവൻ, ഭൂവി
ഭൂമിയിലേതും ഞാൻ ഭയപ്പെടില്ല. എന്റെ ദൈവത്താലേ സകലത്തിനും മതിയായവൻ ഞാനെന്നറിഞ്ഞിടുന്നു. എന്റെ താഴ്ചയിലും സമൃദ്ധിയിലും ആത്മാവിൻ ബലം എന്നെ നടത്തിയിടുന്നു. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടും താൻ. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടും താൻ.